മരം കയറാൻ പോയ തവളയുടെ കഥ അറിയാൻ പാടില്ലേ? തവള വലിയ ആവശ്യത്തോടെ മരം കയറാനായിട്ട് പോവുകയാണ്. ആളുകളെല്ലാം അവനെ കളിയാക്കി, നിനക്ക് പറ്റത്തില്ല, നീ താഴെ വീണ് ചത്തു പോകുമ്പോ കൈയും കാലും ഓടിയും അങ്ങനെയൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി എല്ലാവരും കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷെ തവള മുകളിൽ കയറി വിജയിച്ചു തിരിച്ചു വന്നിട്ട് ആളുകളോട് നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാം കാരണമാണ് എനിക്ക് കയറാൻ പറ്റിയത് എന്നുള്ളത്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് തവളക്ക് ചെവി കേൾക്കാൻ പാടില്ല. ഈ ആളുകൾ കൈയിട്ട് കാണിക്കുന്നതിന് തവള പ്രോത്സാഹനമായിട്ട് കരുതിയെന്ന്. ഈ ആൾക്കാരെ വലിയ വിഷയമാണ്. ഈ ആൾക്കാരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കാൻ പോണില്ല. ഇന്നത്തെ സുവിശേഷത്തില് ഈ അന്ധനായ യാചകൻ ഈശോയോട് പറയാണ്, ഈശോ എന്റെ കാര്യത്തിൽ നിന്ന് ഇടപെടണേ, ഒന്ന് ശരിയാക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ പറയാണ് അവനോട്, അത് മിണ്ടാതിരിക്കണേ, അവിടെ നിശബ്ദനായിരിക്കുന്നു, ശകാരിക്കുന്നു. ഇത് കേട്ടിട്ട് അവൻ കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പലപ്പോഴും പലരും പറഞ്ഞിട്ടില്ലേ, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് വല്ലതും നടന്നു, ഇനി നീ പള്ളി പോവാണോ, ഇത്രയും നീ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നീ ശ്രമിച്ചിട്ടും വല്ലതും നടന്നു? ഒന്നും നടന്നില്ലല്ലോ, എന്നിട്ട് എന്തിനാ വീണ്ടും ഈ പ്രാർത്ഥിക്കുന്നത്, വീണ്ടും ഈ പരിശ്രമിക്കുന്നത്, നിർത്തിയിട്ടിട്ട് പോയിക്കൂടെ എന്നൊക്കെ. ഈ നിരാശയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തളർന്നു പോയാൽ ഒരുപക്ഷെ നിനക്ക് നഷ്ടമാകുന്നത് വലിയ ഒരു അത്ഭുതവും ഒരു അനുഗ്രഹവുമായി. ഈ അന്ധനായ യാചകൻ നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശയുടെ വാക്കുകൾ കേട്ട് നമ്മൾ തളർന്നു പോകുമ്പോൾ, ആളുകൾ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നെ പിന്നോട്ട് വലിക്കുമ്പോഴൊക്കെ അവിടെ പ്രത്യാശയോടെ വലിയ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ താഴ്ത്തിക്കെട്ടലുകളെയൊക്കെ പരിഹാസങ്ങളെയൊക്കെ ഒരു പ്രോത്സാഹനമായിട്ട് കരുതിയാൽ തീരാവുന്നേ ഉള്ളൂ പല പ്രശ്നങ്ങളും.